നമ്മുടെ റംബൂട്ടാൻ അച്ചാറിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. റംബൂട്ടാൻ തൊണ്ട് കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടത്. പിന്നെ നമുക്ക് വേണ്ടത് നല്ലെണ്ണ വേണം, കടുക്, ഉലുവ, പച്ചമുളക്, വെള്ളുള്ളി, വേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യം ഉപ്പും. പാൻ അടപ്പത്ത് വെച്ച് നല്ല പോലെ ചൂടായപ്പോൾ എള്ളെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടോ. എള്ളെണ്ണ ഒഴിച്ച് നല്ല പോലെ ചൂടായപ്പോൾ നമ്മളതിലോട്ട് കടുക് ഉലുവയിട്ട് പൊട്ടിച്ചു. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തു. ഉടനെ തന്നെ നമ്മൾ വെള്ളുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെള്ളുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതിലോട്ട് വേപ്പിലിട്ട് കൊടുക്കും. വേപ്പിലിട്ട് കൊടുത്തിട്ട് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായി വന്നപ്പോൾ നമ്മളതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയുടെ തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് ഒന്നടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് റംബൂട്ടാനിട്ട് മൊത്തത്തിലൊന്നുകൊണ്ട് ശരിക്കും ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എരിവൊക്കെ എല്ലാം മൊത്തത്തിൽ റംബൂട്ടാനിലൊക്കെ പിടിക്കാൻ പാകമായി. അതേ രീതിയിൽ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുക. 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അതിനിടയിൽ 2 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുക്കുകയും വേണം. അതിൻ്റെ ആ കാമ്പൊക്കെ ഒന്ന് പതുക്കെ ഇളകി വരുമ്പോൾ നല്ല ഒരു മധുരവും എരിവും പുളിയും നല്ല ഉപ്പൊക്കെ ഉള്ള ഒരു നല്ല സൂപ്പർ അച്ചാറായിട്ട് നമുക്ക് റംബൂട്ടാൻ അച്ചാർ കഴിക്കാൻ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.